വി.ഡി. സതീശൻ സർക്കാരിന്റെ ആദ്യത്തെ ബജറ്റ് എല്ലാവരും സസൂക്ഷ്മം നിരീക്ഷിച്ച ഒന്നാണ്. പ്രത്യേകിച്ച് ഇന്ദിരാ ഗ്യാരണ്ടി എന്ന ഉറപ്പ് നൽകിക്കൊണ്ടായിരുന്നു തെരഞ്ഞെടുപ്പിനെ UDF നേരിട്ടത്. അതിൽ തന്നെ വനിതകൾക്ക് സൗജന്യ യാത്രയുൾപ്പെടെയുള്ള നിർണായകമായ തീരുമാനങ്ങൾ നേരത്തെ തന്നെ കൈക്കൊണ്ടതാണ്. മറ്റു പ്രഖ്യാപനങ്ങൾ കൂടി ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കിയത്. പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു ബജറ്റ് അവതരണം ആയിരുന്നു ധനമന്ത്രി കൂടിയായ വി.ഡി. സതീശൻ നടത്തിയത് എന്നത് നമുക്കെല്ലാം അറിയാം. എന്നാൽ പ്രതിപക്ഷത്തിരുന്നപ്പോൾ കോൺഗ്രസ് സ്വീകരിച്ച പല നിലപാടുകളും, പ്രത്യേകിച്ച് PM ശ്രീ പദ്ധതി പോലെയുള്ള വിഷയങ്ങളിൽ അടക്കം വെള്ളം ചേർക്കുന്നു എന്ന ആരോപണം ഇപ്പോൾ ശക്തമാണ്. നമുക്കറിയാം, UDFന്റെ ഭരണകാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് ഉമ്മൻചാണ്ടിയുടെ കാലഘട്ടത്തിൽ കേരളത്തിലെ മദ്യനയം ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ബാറുകൾ അടച്ചുപൂട്ടിയ സമീപനം, ഘട്ടം ഘട്ടമായി മദ്യനിരോധനത്തിലേക്ക് സംസ്ഥാനത്തെ എത്തിക്കും എന്നതായിരുന്നു അന്നത്തെ UDFന്റെയും കോൺഗ്രസിന്റെയും പ്രഖ്യാപിതമായ നയം. അതിനുശേഷം LDF അധികാരത്തിലേറി. എന്നാൽ ബാറുകളുടെ എണ്ണത്തിൽ കുറവല്ല ഉണ്ടായത്, പിന്നീട് എണ്ണം വർദ്ധിക്കുകയാണ് ചെയ്തത്. അതിനെതിരെയും കോൺഗ്രസും UDFും ഒക്കെ നിലപാട് സ്വീകരിച്ച സാഹചര്യം ആണ് ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ബജറ്റിലെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെടുന്നത്. പ്രത്യേകിച്ച് സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അവസരം ഒരുക്കുന്ന പ്രഖ്യാപനം ആയിരുന്നു ബജറ്റിൽ ഉണ്ടായത്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രഖ്യാപനം ഇപ്പോൾ സർക്കാർ സ്വീകരിക്കുമ്പോൾ ഇപ്പോഴിതാ ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ താല്പര്യം അറിയിച്ചുകൊണ്ട് ബഹുരാഷ്ട്ര കമ്പനികൾ രംഗത്ത് എത്തുന്നു എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. അതിൽ തന്നെ ബെക്കാഡി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് നേരത്തെ ഇടത് സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുവാനുള്ള താല്പര്യം അറിയിച്ചുകൊണ്ട് ഇടത് സർക്കാരിനെ സമീപിച്ചിരുന്നത് എന്നതാണ്. ഈ നികുതി ഘടനയിൽ തീരുമാനം ആകാത്തതുകൊണ്ട് ഉൽപാദനം തുടങ്ങാൻ കഴിഞ്ഞിരുന്നില്ല എന്നതായിരുന്നു അന്നത്തെ സാഹചര്യം. ഇനിയിപ്പോൾ ബെക്കാഡി ആണ് ഈ നിർമ്മാണ ഘട്ടത്തിലേക്ക് കടക്കുന്നത് എങ്കിൽ തീർച്ചയായും ബെക്കാഡി ബ്രീസർ, ബെക്കാഡി പ്ലസ് എന്നിങ്ങനെയുള്ള മദ്യം ഉൽപ്പാദിപ്പിക്കുക എന്നതായിരിക്കും ബെക്കാഡിയുടെ നീക്കം. ഇതിനുവേണ്ടിയുള്ള ശ്രമം ആയിരുന്നു നടന്നത്. അതായത് ഈ കമ്പനിക്ക് വേണ്ടിയാണ്, ബെക്കാഡി എന്ന കമ്പനിക്ക് വേണ്ടിയാണ് കുറഞ്ഞ നികുതി ഏർപ്പെടുത്തിയത് എന്നതാണ് ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആരോപണമായി ഉയർന്നു വന്നിട്ടുള്ളത്. വലിയ വിമർശനം ആണ് ഇത് സംബന്ധിച്ച് നിലനിൽക്കുന്നത്. അതുമാത്രവുമല്ല, എക്സൈസ് വകുപ്പ് അറിയാതെയാണ് മുഖ്യമന്ത്രി ഈ തീരുമാനം എടുത്തത് എന്ന വിവരം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനുള്ളിലും ഇതുമായി ബന്ധപ്പെട്ട എതിർപ്പ് അതിശക്തമാണ് എന്നതാണ് ഇപ്പോഴത്തെ പശ്ചാത്തലം. അതായത് വിമർശനവുമായി പ്രതിപക്ഷം രംഗത്ത് എത്തുന്നു എന്നത് മാത്രവുമല്ല, കോൺഗ്രസിനുള്ളിലും ഈ തീരുമാനം, അതായത് ബജറ്റിലെ ഈ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ട് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇപ്പോഴത്തെ ഈ തീരുമാനം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് VM സുധീരൻ മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുള്ള സാഹചര്യം കൂടിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രതിപക്ഷം മാത്രമല്ല, ഭരണപക്ഷത്ത് കോൺഗ്രസിനകത്ത് തന്നെ ഈ എതിർസ്വരങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ ഇനി എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിൻ്റെ മുന്നോട്ട് പോക്ക് എന്നതാണ് നിർണായകമാകുന്നത്. ന്യൂസ് ടൈംസ് ആദ്യം പരിശോധിക്കുന്നത് ഈ വാർത്ത തന്നെയാണ്. VV അരുൺ ആണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇപ്പോൾ തന്നെ, അതായത് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന് സ്വാഭാവികമായും പല ബ്രാൻഡുകളും രംഗത്തെത്തിയേക്കാം. അവിടെയാണ് ബെക്കാഡി നേരത്തെ തന്നെ ഇത്തരത്തിൽ സർക്കാരിനെ സമീപിച്ചിരുന്നു എന്നത്. ഒരുപക്ഷെ ബെക്കാഡിക്ക് വേണ്ടി തന്നെയാണോ ഇപ്പോൾ പുതിയ പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്ന ആരോപണം ഉയരുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് മറ്റു കമ്പനികൾ വരില്ല എന്നോ ഒന്നും നമുക്ക് അനുമാനിക്കാനാവില്ല. എന്തായാലും പ്രതിപക്ഷം വലിയ വിമർശനമാണല്ലോ ഇപ്പോൾ ശക്തിപ്പെടുത്തുന്നത്. കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ എതിർസ്വരം ഉയരുന്ന പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിലൊരു പുനർവിചിന്തനത്തിനുള്ള സാധ്യത കാണുന്നുണ്ടോ അരുൺ? അഭിലാഷ്, വി.ഡി. സതീശന്റെ ആദ്യ ബജറ്റിൽ, കന്നി ബജറ്റിൽ വിസ്മയമാണ് പ്രതീക്ഷിക്കപ്പെട്ടത്. പക്ഷേ ഇപ്പോൾ നുരയുന്നത് മദ്യത്തിന്റെ വീര്യമാണ്. ആ വീര്യം കുറഞ്ഞ മദ്യമാണ് ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകിയതെങ്കിലും അതിൽ വലിയ വിവാദമായി ഇതിനകം മാറിക്കഴിഞ്ഞു. കഴിഞ്ഞ പിണറായി സർക്കാരാണ്, കഴിഞ്ഞ LDF സർക്കാരാണ് സംസ്ഥാനത്ത് ധാന്യങ്ങളിൽ ഒഴികെയുള്ള സംസ്ഥാനത്ത് ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക ഉത്പന്നങ്ങളിൽ നിന്ന് വീര്യം കുറഞ്ഞ മദ്യവും വൈനും നിർമ്മിക്കാൻ അനുമതി നൽകിയത്. പിന്നീട് അതിനുവേണ്ടി ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തി. കേരള സ്മോൾ സ്കെയിൽ വൈനറി റൂൾസ് 2020 എന്ന പുതിയ ചട്ടം രൂപീകരിച്ചു. സംസ്ഥാനത്തെ വിദേശ മദ്യ നയ ചട്ടത്തിൽ ഭേദഗതി വരുത്തി. അങ്ങനെയാണ് ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാനുള്ള തീരുമാനവുമായി സർക്കാർ മുന്നോട്ട് പോയത്. പക്ഷേ അതിൻ്റെ നിർമ്മാണം ആരംഭിച്ചിട്ടില്ല. 19-ാം തീയതി, കഴിഞ്ഞ വെള്ളിയാഴ്ച നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിച്ച ശേഷം ഈ നിയമസഭയിലെ മീഡിയ റൂമിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വി.ഡി. സതീശൻ പറഞ്ഞത് കഴിഞ്ഞ സർക്കാർ എടുത്ത തീരുമാനമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ കഴിഞ്ഞ സർക്കാർ തീരുമാനമെടുത്തെങ്കിലും ഒരു ഇഞ്ച് പോലും അവർ എന്തുകൊണ്ട് മുന്നോട്ട് പോയില്ല എന്ന വിമർശനാത്മകമായ ചോദ്യം കൂടി
സതീശൻ മുന്നോട്ട് വച്ചിരുന്നു. കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് 2024 ജൂൺ 21 നിയമസഭയിൽ MP രാജേഷ് നൽകിയ ഒരു മറുപടിയുണ്ട്. AP അനിൽകുമാർ ചോദ്യം നൽകിയ മറുപടിയിൽ തന്നെ ബഹുരാഷ്ട്ര കമ്പനിയായ ബെക്കാഡി അടക്കമുള്ളവർ സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി തേടി സംസ്ഥാനത്തെ സർക്കാർ സമീപിച്ചിട്ടുണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. ബെക്കാഡി ഇന്ത്യ ലിമിറ്റഡ് എന്ന സ്ഥാപനം അവരുടെ ഉൽപ്പന്നങ്ങളായ ബെക്കാഡി ബ്രീസർ, ബെക്കാഡി പ്ലസ് എന്നീ ലഹരി പാനീയങ്ങൾ കേരളത്തിൽ വിൽപ്പന നടത്തുന്ന അനുമതിക്കായി സർക്കാരിന് അപേക്ഷ സമർപ്പിച്ചിരുന്നു. ബെക്കാഡി ബ്രീസറിൽ 4.8%, ബെക്കാഡി പ്ലസിൽ 8% മദ്യത്തിൻ്റെ ഇന്ത്യയിൽ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് ഉണ്ട് അടങ്ങിയിരിക്കുന്നു എന്നാണ് മറുപടി വ്യക്തമാക്കുന്നത്. 2022-23 വർഷത്തെ മദ്യനയത്തിൽ സർക്കാർ പ്രഖ്യാപിച്ചത് 0.5 മുതൽ 20% വരെ വീര്യമുള്ള ആൽക്കഹോൾ സ്ട്രെങ്ത് ഉള്ള മദ്യം ഉൽപ്പാദിപ്പിക്കാൻ അനുമതി നൽകിക്കൊണ്ടാണ്. പിന്നീട് അതിന് വിദേശ മദ്യ ചട്ടത്തിൽ ഭേദഗതിയും വരുത്തിയിട്ടുണ്ട്. അന്നൊരു ചോദ്യം കൂടി അനിൽകുമാർ ചോദിച്ചത് ഈ പ്രസ്തുത മദ്യത്തിന് പ്രത്യേക നികുതി ഏർപ്പെടുത്തുന്ന ആവശ്യം കമ്പനി മുമ്പോട്ട് വച്ചിട്ടുണ്ടോ എന്നാണ്. അതിന് അത്തരമൊരു അപേക്ഷ എക്സൈസ് വകുപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് അന്നത്തെ മന്ത്രി മറുപടി നൽകിയത്. ഇനി ഇപ്പോഴത്തെ സർക്കാരിൻ്റെ തീരുമാനം നമ്മൾ ഇതുമായി ചേർത്ത് വായിക്കണം. അന്ന് ബെക്കാഡിയല്ല ഏത് കമ്പനി സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ എത്തിയാലും അവർ നൽകേണ്ടിയിരുന്നത് 251% എന്ന വിദേശ മദ്യത്തിന് സംസ്ഥാനത്തുള്ള നികുതിയാണ്. അതിന് കാരണം പുതിയൊരു നികുതി എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടില്ല. ഈ കമ്പനിയുടെ ആവശ്യവും പുതിയ നികുതി തീരുമാനിക്കണം, കുറഞ്ഞ നികുതി തീരുമാനിക്കണം എന്നുള്ളതായിരുന്നു. എന്നാൽ ആ തർക്കം കാരണം സർക്കാർ നികുതി ഘടനയിൽ മാറ്റം വരുത്താൻ തയ്യാറായില്ല. വിദേശ മദ്യത്തിന് എത്ര നികുതിയുണ്ടോ ആ നികുതിയിൽ വിറ്റഴിക്കാനാണ് അവർക്ക് ആര് വന്നാലും അവർക്ക് വിറ്റഴിക്കാമെന്ന ഒരു മറുപടിയാണ് സർക്കാർ അന്ന് നൽകിയത്. എന്നാൽ ഇപ്പോൾ ഈ 19-ാം തീയതി VD സതീശൻ അവതരിപ്പിച്ച ബജറ്റിൽ പുതിയ നികുതി ഘടന ഈ വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് ഇപ്രകാരമാണ്: 0.5 മുതൽ 20% വരെ വീര്യമുള്ള മദ്യത്തിന് 120%, 10 മുതൽ 20% വരെ വീര്യമുള്ളവയ്ക്ക് 175% നികുതി ചുമത്താം. അതായത് 281 എന്ന LDF സർക്കാരിന്റെ കാലത്ത് ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിനുള്ള നികുതി മാത്രമുള്ള ഒരു സ്ഥലത്ത് പുതിയൊരു നികുതി ഘടന കൊണ്ടുവരുന്നു. ഇതാണ് അഴിമതിയായി വീര്യം കുറഞ്ഞ മദ്യം ഉൽപ്പാദിപ്പിച്ച് വിതരണം ചെയ്തതിനല്ല പ്രതിപക്ഷം ഇപ്പോൾ എതിർക്കുന്നത്. അത് അവരുടെ തീരുമാനം കൂടിയായിരുന്നു കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത്. പക്ഷേ എന്തിന് നികുതി കുറച്ചു? ആ നികുതി കുറച്ചത് ബെക്കാഡിയെ പോലുള്ള ബഹുരാഷ്ട്ര കമ്പനികൾക്ക് വേണ്ടുന്ന വാദമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇനി ഭരണപക്ഷത്തിന്റെ എതിർപ്പ്. സാധാരണഗതിയിൽ എക്സൈസ് വകുപ്പിന്റെ തീരുമാനം എക്സൈസ് മന്ത്രി അറിയണമെന്ന സാമാന്യ രീതിയുണ്ട്. എന്നാൽ എക്സൈസ് മന്ത്രി ലിജു പരസ്യമായി തന്നെ അത്തരമൊരു തീരുമാനം ബജറ്റ് നിർദ്ദേശം തൻ്റെ അറിവോടുകൂടിയല്ല, തൻ്റെ വകുപ്പിൻ്റെ അറിവോടുകൂടിയല്ലാതെ പ്രഖ്യാപിച്ചത് സ്വാഭാവികമായി മുഖ്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിലെ ആ നിർദ്ദേശം തള്ളിക്കളയുന്നതാണ്. മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്തത്തെ പോലും ചോദ്യം ചെയ്യുന്ന ഒരു നടപടിയാണ് ലിജുവിൻ്റെ ഭാഗത്തുണ്ടായത്. വലിയ പ്രത്യാഘാതം ഉണ്ടാക്കാവുന്ന ഒരു നടപടി. ഏതായാലും ഇന്ന് ലിജു ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയെ കാണുമെന്ന സൂചനകൾ ഉണ്ട്. അതിനും അപ്പുറത്തേക്ക് മദ്യത്തിൽ വീണുപോയ ഒരു സർക്കാർ കൂടിയാണ് UDF 2011 സർക്കാർ. അന്ന് ബാർക്കോഡ് ആരോപണമാണ് അന്ന് ആ സർക്കാരിൻ്റെ പതനത്തിന് വഴിവെച്ച പ്രധാനപ്പെട്ട വിഷയം. അന്ന് അതിന് നേതൃത്വം നൽകിയത് അന്ന് KPC അധ്യക്ഷൻ VF സുധീരനാണ്. അതേ സുധീരൻ ഇപ്പോൾ വീണ്ടും ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നു. 19-ാം തീയതി ഈ ബജറ്റ് അവതരിപ്പിച്ച അന്ന് തന്നെ അദ്ദേഹം VDC ബന്ധപ്പെട്ടു. ഇന്നലെ കത്ത് നൽകി ഈ നീക്കത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന ആവശ്യവുമായി. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.